The Real FM 103.6. ശ്രദ്ധ. ഇന്ന് ഗാന്ധി ജയന്തി. അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങളിലൂടെ ഈ നാടിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ 155-ാം ജന്മദിനം. ഐക്യരാഷ്ട്രസഭ ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. അഹിംസ ധീരന്റെ ആയുധമാണ് എന്ന് വിശ്വസിച്ച ഗാന്ധിജി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല, നിർമ്മാണാത്മക പ്രവർത്തനങ്ങളുടെ സൂത്രധാരൻ കൂടിയായിരുന്നു. എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ ആർസു ഗാന്ധിജിയെ അനുസ്മരിക്കുന്നു. രാഷ്ട്രം ഇന്ന് ഗാന്ധി ജയന്തി ആഘോഷിക്കുകയാണ്. ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളിലും ഗാന്ധി ജയന്തി വിപുലമായി ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഭാരതീയന്റെ ഒരു അഭിമാനമാണ്, അഹങ്കാരമാണ്. ഗാന്ധിജി തന്റെ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം നിർമ്മാണാത്മക പ്രവർത്തനങ്ങളുടെ ഒരു സൂത്രധാരകൻ കൂടിയായിരുന്നു. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്നാണ് അദ്ദേഹം അതിനെ പേരിട്ടത്. അതിൽ നമ്മളുടെ രാജ്യം ഇന്ന് പ്രാമുഖ്യം നൽകുന്ന പല കാര്യങ്ങളും അതിന്റെ അജണ്ടയിൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ അദ്ദേഹം മതമൈത്രി പറഞ്ഞിരുന്നു, പരിസ്ഥിതി സന്തുലനം പറഞ്ഞിരുന്നു, കുടിൽ വ്യവസായങ്ങൾ വളർന്നു വരണം എന്ന് പറഞ്ഞു, രാജ്യം അധികാര വികേന്ദ്രീകരണം എന്ന പദ്ധതി ഊർജ്ജസ്വലമായി നടപ്പാക്കണം എന്ന് പറഞ്ഞു, ഭരണത്തിലെത്തുന്നവർ ജനങ്ങളുടെ വിനീത ദാസന്മാരായി പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞു. അതിനെല്ലാം അപ്പുറം മാനവ മഹത്വത്തിന്റെ പ്രകാശം സമൂഹത്തിൽ പരത്തുക എന്നുള്ളത് എല്ലാ പൗരന്മാരുടെയും കർത്തവ്യമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഓർമ്മിപ്പിക്കുകയുണ്ടായി. പരിസര ശുചീകരണം നമുക്ക് വളരെ വളരെ പ്രധാനമാണ് എന്ന് ഗാന്ധിജി പറയുകയുണ്ടായി. നദിയുടെ ശുചിത്വം, നമ്മുടെ സംസ്കാരത്തിന്റെ ശുചിത്വം, ഇതെല്ലാം അടിവരയിട്ട് പറയുകയാണ് ഗാന്ധിജി ചെയ്തത്. ഗാന്ധിജി ഇന്ത്യയുടെ മാത്രം മഹാമനുഷ്യനല്ല, ഗാന്ധിജിയെ ലോകം പ്രകീർത്തിക്കുന്നത് അദ്ദേഹം പ്രതിനിധാനം ചെയ്ത മൂല്യങ്ങളുടെ മഹത്വം കൊണ്ടാണ്. എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ രാജ്യത്തെയും മനുഷ്യരുടെയും സ്നേഹവും ആദരവും ഒക്കെ ലഭിച്ചിരുന്നു. ഗാന്ധിജി ഭീരുവായിരുന്നില്ല, കാരണം അദ്ദേഹം അഹിംസയിൽ അടിയുറച്ച് വിശ്വസിച്ചു. അഹിംസ ധീരന്റെ ആയുധമാണ് എന്ന് അക്കാലത്ത് പറയുവാൻ ഗാന്ധിജിക്ക് സാധിച്ചിരുന്നു. ലക്ഷ്യവും മാർഗവും ഒരുപോലെ സംശുദ്ധമാകണമെന്ന് ഗാന്ധിജി നമ്മളെ ഓർമ്മിപ്പിച്ചിരുന്നു. പറഞ്ഞത് പ്രവർത്തിക്കുവാനും പ്രവർത്തിക്കുന്നത് പറയുവാനും ഉള്ള ഒരു ആർജവം ഗാന്ധിജി കാണിച്ചിരുന്നു. ഇന്നും നമുക്ക് അത് ആവശ്യമാണ്. ആത്മശക്തി കൊണ്ട് പിടിച്ചു നിന്നറിയാം. മറ്റെല്ലാ ബലത്തെക്കാളും പ്രധാനമാണ് ആത്മബലം എന്ന് ഗാന്ധിജി പറഞ്ഞത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറെ സാർത്ഥകമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ നന്ദിക്കുന്നു. ശുചിത്വം ഗാന്ധിയൻ ജീവിത രീതിയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഓരോരുത്തരും അവരവരുടെ തോട്ടികൾ ആയിരിക്കണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. കേന്ദ്ര സർക്കാർ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസം 17 തുടങ്ങിയ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ഇന്ന് സമാപിക്കും. ഇക്കാലയളവിൽ വിവിധ സർക്കാർ വകുപ്പുകൾ നിരവധി ശുചീകരണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടികളെക്കുറിച്ച് എയർപോർട്ട് ഡയറക്ടർ CV രവീന്ദ്രൻ. ഈ വർഷത്തെ ശുചിത്വത്തിൻ്റെ തീമായ സ്വഭാവ സ്വച്ഛത, സംസ്കാർ സ്വച്ഛത, ഭാരത സർക്കാരിൻ്റെ ഡയറക്ഷനോടുകൂടെ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മുഖ്യാലയത്തിൽ നിന്നും വന്ന ഡയറക്ഷനോടുകൂടെ സ്വച്ഛതാ ഹി സേവ 2024 എന്ന ഭാരത സർക്കാരിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായി കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 1 വരെ വിവിധ പരിപാടികൾ ആചരിച്ചു. ഒരു ശബ്ദത്തോടു കൂടി തുടങ്ങിയ പരിപാടികൾ പബ്ലിക് പാർട്ടിസിപ്പേഷന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 200-ലേറെ വൃക്ഷത്തൈകൾ എയർപോർട്ടിൻ്റെ പരിസരങ്ങളിലും ആവാസ കേന്ദ്രങ്ങളുടെ ചുറ്റുപാടുമായും നട്ടുപിടിപ്പിച്ചു. നമ്മുടെ കോൺട്രാക്ട് സ്റ്റാഫും അതുപോലെ ക്ലീനിങ് ജീവനക്കാരും ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നിവർക്ക് വേണ്ടി, അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ഐ ക്യാമ്പ് നടത്തി. 200-ലധികം തൊഴിലാളികൾക്ക് ഇതിൻ്റെ സേവനം ലഭ്യമായി. സ്കൂൾ കുട്ടികളുടെയും എയർപോർട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും സഹകരണത്തോടെ
സ്വച്ഛതാ ഹി സേവ എന്ന മെസ്സേജ് സാധാരണ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഒരു വാക്കത്തോൺ നടത്തി. സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചന, പെയിൻറ്റിങ് എന്നിങ്ങനെ വിവിധ കോമ്പറ്റീഷനുകൾ ഇതിനിടയിൽ നടത്തുകയുണ്ടായി. ഇത് കുഞ്ഞുങ്ങളെ ഈ ആശയത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരിക്കാനായി പ്രേരിപ്പിക്കും. ശുചിത്വത്തിലൂടെ ആരോഗ്യം എന്ന ആശയത്തിൻ്റെ ഭാഗമായി പള്ളിക്കൽ ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെൻ്ററുമായി ചേർന്ന് ഒരു മെഗാ ക്ലീൻലിനെസ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഇതിൽ ആശാ വർക്കേഴ്സ്, കുടുംബശ്രീ യൂണിറ്റ്, സ്കൂൾ കുട്ടികൾ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഈ ശുചീകരണ പരിപാടികൾ വരും ദിവസങ്ങളിലും തുടരും. ഒക്ടോബർ 2 സ്വച്ഛതാ ദിവസ് എയർപോർട്ടിലെ എല്ലാ ശുചീകരണ തൊഴിലാളികളെയും ആദരിക്കുവാനായി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അവരുടെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഘട്ടം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഘട്ടം രണ്ടാമത്തെ ഫേസായിട്ട് ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 31 വരെ ആചരിക്കുന്നതാണ്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ 9 ജില്ലകളിലെ തീരപ്രദേശങ്ങളിലും മാഹി ലക്ഷദ്വീപ് തീരപ്രദേശങ്ങളിലും നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. പരിപാടികളെക്കുറിച്ച് NYK കോഴിക്കോട് ജില്ലാ യൂത്ത് ഓഫീസർ C. സനൂപ് ശ്രദ്ധയോട്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നെഹ്റു യുവകേന്ദ്ര ഒക്ടോബർ 2 കോഴിക്കോട് ബീച്ച് ശുചീകരിക്കും. മൈ ഭാരത്, NSS, ശുചിത്വ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെയായിരിക്കും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നുമുള്ള 250ഓളം യുവതി യുവാക്കൾ ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ച് ശുചീകരിക്കും. ബഹുമാന്യനായ ശ്രീ രാഘവൻ MP ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ജില്ലാ കലക്ടർ ശ്രീ സ്നേഹിൽ കുമാർ അധ്യക്ഷത വഹിക്കും. പരിപാടിയുടെ ഭാഗമായി സ്വച്ഛതാ പ്രതിജ്ഞയും മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിക്കും. സെപ്റ്റംബർ 17 തുടങ്ങി ഒക്ടോബർ 2 അവസാനിക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലയിൽ ഉടനീളം നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ വിപുലമായ ശുചീകരണ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പൊതുസ്ഥലങ്ങൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ യുവതി യുവാക്കൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി പങ്കെടുക്കുന്ന 250ഓളം യുവാക്കളിൽ ശുചിത്വത്തെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുകയും അവർ വേസ്റ്റുകൾ അലക്ഷ്യമായി വലിച്ചെറിയില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നത് ഈ ക്യാമ്പയിനിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതാണ് ഈ ക്യാമ്പയിനിൽ പ്രതിജ്ഞയും അതുപോലെ തന്നെ മനുഷ്യ ചങ്ങലയും ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെ. നെഹ്റു യുവകേന്ദ്ര നടത്തുന്ന ഈ ബീച്ച് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന യുവതി യുവാക്കൾ ശുചീകരണം നടത്തുന്നതിനോടൊപ്പം പൊതുജനങ്ങൾക്ക് കടൽത്തീരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അതുപോലെ തന്നെ ഒരു അവബോധവും അവരിൽ സൃഷ്ടിക്കുകയും ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. മാലിന്യമുക്തം നവകേരളം സമ്പൂർണ്ണ ശുചിത്വ കേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിൻ്റെ 2ാം ഘട്ടത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കം കുറിക്കുകയാണ്. 2025 മാർച്ച് 30 അന്താരാഷ്ട്ര ശൂന്യമാലിന്യ ദിനത്തിൽ സമ്പൂർണ്ണ ശുചിത്വ കേരള പ്രഖ്യാപനം എന്ന ലക്ഷ്യത്തിലേക്കെത്താനുള്ള പ്രചാരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. ഇതേക്കുറിച്ച് 2024 സംസ്ഥാന സർക്കാരിൻ്റെ പരിസ്ഥിതി മിത്രം അവാർഡ് ജേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ മണലിൽ മോഹനൻ. നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ്. 2ാം ഘട്ട ജനകീയ ക്യാമ്പയിൻ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ വരുന്ന മാർച്ച് 30 വരെ നടക്കുകയാണ്. കേവലമായിട്ടുള്ള ക്യാമ്പയിനപ്പുറം ആളുകളുടെ മനസ്സിലേക്ക് ഇതൊരു ശീലമായി മാറ്റുന്നതിനുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവയും കേരള സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയും വലിയൊരളവോളം സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും വലിച്ചെറിയൽ ശീലം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ. അപ്പോൾ കുട്ടികളിലേക്ക് തന്നെ ഇത് എത്താൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം നമ്മൾ വിദ്യാലയങ്ങളിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് കേവലമായിട്ടുള്ള ഹരിത കേരള മിഷനോ ശുചിത്വ മിഷനോ തദ്ദേശ ഭരണ വകുപ്പോ മാത്രം ചെയ്താൽ പോരാ. അത് കേരളത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുകയാണ്. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായിട്ട് 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന തീവ്രമായിട്ടുള്ള ശുചീകരണ പരിപാടികൾ, ഇതിന്റെ ക്യാമ്പയിൻ ആക്ടിവിറ്റികൾ നൽകുകയാണ്. ഇപ്പൊ റെയിൽവേയുടെ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് ആ രീതിയിൽ ചെയ്യുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സ്ഥാപനങ്ങളും അവര് ഒരു ദിവസമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ശുചീകരണ പരിപാടി പുറത്തുപോയി നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അതേപോലെ സംസ്ഥാന സർക്കാരിന്റെ മറ്റു വകുപ്പുകളുണ്ട്. PWD, ഹാർബർ എഞ്ചിനീയറിംഗ്, റവന്യൂ, തഹസിൽദാർ, വില്ലേജ്
ഓഫീസ്, RDO, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ, ഈ വകുപ്പുകളെല്ലാം ഇതുപോലെ തന്നെ അവരവരുടെ വകുപ്പുകളും പൂർണ്ണമായിട്ട് ഈ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും കേരള സംസ്ഥാനം ലോകത്തിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഒരു പ്രദേശമായി മാറാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ്. ഈ മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ടം ഈ ഒക്ടോബർ 2 മുതൽ വരുന്ന 2025 മാർച്ച് 30 ആകുമ്പോഴേക്ക് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ, കച്ചവടക്കാരുടെ നേതൃത്വത്തിൽ, വിദ്യാലയങ്ങളുടെ നേതൃത്വത്തിൽ, സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ, വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. കുടുംബശ്രീയുടെ സംവിധാനം വലിയ ഒരളവോളം നല്ല പ്രവർത്തനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൈകോർത്തുകൊണ്ട് നടത്തുകയാണ്. മാലിന്യമുക്ത നവകേരളത്തിനായി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും ശുചിത്വ ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ചൂലും ബക്കറ്റും നിങ്ങളുടെ കയ്യിലെടുക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ പട്ടണങ്ങളും നഗരങ്ങളും ശുദ്ധമാക്കാനാവില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അത്രത്തോളമില്ലെങ്കിലും മാലിന്യങ്ങൾ റോഡിലേക്ക് വലിച്ചെറിയുന്ന ശീലം നാം ഉപേക്ഷിച്ചാൽ തന്നെ നമ്മുടെ നാടും നഗരവും വൃത്തിയായി സൂക്ഷിക്കാം. നാടിനെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഉണ്ടായേ മതിയാകൂ. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് C. മനോജ്. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.